സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. പ്രായപരിധി ഉയർത്തിയതിനു ശേഷമുള്ള കേറ്ററ്റാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ശ്രീകല. നമ്മുടെ കേറ്ററ്റിന് പ്രൊവിഷണൽ ആൻസർ കീ വന്നു. ഇപ്പോൾ നമ്മുടെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ആൻസർ കീ കണ്ട് വിളിച്ചിരുന്നു. ഇനി അടുത്തതായിട്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴായിരിക്കും നമ്മളുടെ ഫൈനൽ ആൻസർ കീ വരിക, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും റിസൾട്ട് വരിക, അടുത്ത വിജ്ഞാപനം എപ്പോഴായിരിക്കും, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു ഉത്തരവുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ത്രൂ ഔട്ട് കാണുക കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഈ ഒരു കേറ്ററ്റ് എക്സാമിന്റെ പ്രൊസീജിയർ നമ്മൾ മനസ്സിലാക്കണം. അതായത് ഫെബ്രുവരി 21, 23 തീയതികളിലായിട്ടാണ് എക്സാം കഴിഞ്ഞത് അല്ലെ. അപ്പൊ എല്ലാ വർഷവും നമ്മളുടെ ഡേറ്റ് ഓഫ് എക്സാം മുതൽ കൃത്യം 2 മാസത്തെ ഒരു സമയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 മാസത്തിനുള്ളിൽ പ്രൊവിഷണൽ ആൻസർ കീ വരണം, ഫൈനൽ ആൻസർ കീ വരണം, റിസൾട്ട് വരണം. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇപ്പൊ പ്രൊവിഷണൽ ആൻസർ കീ കറക്റ്റ് ആയിട്ട് തന്നെ ഏകദേശം ഒരു 2 ആഴ്ചക്കകത്ത് തന്നെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നത് കറക്റ്റ് ആയിട്ടും അങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഇനി ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് ഏകദേശം നമുക്കറിയാം ഒരു ഏപ്രിൽ 2nd വീക്കോട് കൂടി തന്നെ, അല്ലെങ്കിൽ 2nd വീക്കിന് മുമ്പായിട്ട് നമുക്ക് ഫൈനൽ ആൻസർ കീ പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഏപ്രിൽ 3rd വീക്കോട് കൂടി നമുക്ക് നമ്മുടെ റിസൾട്ടും പ്രതീക്ഷിക്കാം. ഇത് മാക്സിമം ആണ് കേട്ടോ. ഇതിന് മുൻപ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ 2024 ഒരു എക്സാം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ എക്സാംസിന്റെയും ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ 2 മാസത്തിന്റെ പാറ്റേൺ തന്നെയാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ റിസൾട്ട് വരുന്ന ഡേറ്റ് ഞങ്ങൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. കറക്റ്റ് ഡേറ്റിൽ നിന്നും കൃത്യം 2 മാസം അല്ലെങ്കിൽ ആ 2 മാസം തികയുന്ന ഡേറ്റിനകത്ത് റിസൾട്ട് എങ്ങനെയും വന്നിരിക്കും. അപ്പൊ നമുക്ക് ആ റിസൾട്ട് വരുന്ന വീക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാറുണ്ട്. ആ കാൽക്കുലേഷൻ തെറ്റി ഒരു മാസം, ഒരു വർഷം എന്ന് പറയുന്നത് 2024 നടന്ന 25 നടന്ന എക്സാം ആണ്. 24-25 എക്സാംസിൽ മാത്രമാണ് ഒരു വേരിയേഷൻ വന്നിരിക്കുന്നത്. പക്ഷെ ഈ വർഷം എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 2025 കേറ്റിട്ട് ഒരു പ്രാവശ്യം നടന്നിട്ടുള്ളൂ അല്ലെ. 2026 തീർച്ചയായിട്ടും കേറ്റിട്ട് 2 പ്രാവശ്യമെങ്കിലും നടക്കണം. തീർച്ചയായിട്ടും 2 പ്രാവശ്യം നടക്കണം. കാരണം എന്തുകൊണ്ടാണ് നമുക്കറിയാം, 2026 അവസാനത്തോടു കൂടി നമ്മുടെ LP UP മെഗാ വിജ്ഞാപനം വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം, സർവീസിലിരിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത്. 2027 കൂടി അവർക്ക് കേറ്റിട്ട് നേടിയിരിക്കണം. അപ്പൊ തീർച്ചയായിട്ടും ആ കേറ്റിട്ട് നേടാനുള്ള ചാൻസസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പരീക്ഷാ ഭവൻ തീർച്ചയായിട്ടും പാലിക്കും. അതുകൊണ്ട് തന്നെ ഈ വർഷം ഒരു കേറ്റഡ് എക്സാമും കൂടി നമുക്ക് LPSC UPSCക്ക് മുമ്പായിട്ട് കിട്ടും. ഓക്കെ, അതായത് നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു റിസൾട്ട് ഏപ്രിൽ 3rd വീക്കോട് കൂടി വന്നു കഴിഞ്ഞാൽ അടുത്ത വിജ്ഞാപനം വന്നാൽ അടുത്തൊരു എക്സാം എന്ന് പറയുന്നത് ജൂൺ ജൂലൈയോട് കൂടി നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. റിസൾട്ട് കൃത്യം 2 മാസത്തെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒക്ടോബറിന് മുൻപായിട്ട് റിസൾട്ട് വരും. 2026 ലാസ്റ്റ് വരാനിരിക്കുന്ന വിജ്ഞാപനത്തിന് കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. അപ്പൊ ഈ ഒരു അവസരം ഒരു കാരണവശാലും പോവില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2025 ഒറ്റ പ്രാവശ്യം കേട്ടിട്ട് നടന്നത് തന്നെ അത്യാവശ്യം ഉദ്യോഗാർത്ഥികളെ ഒരു പാനിക് സിറ്റുവേഷനിൽ ആക്കിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം 2 പ്രാവശ്യം നമ്മുടെ എക്സാം നടക്കും. ഈ വർഷം നന്നായിട്ട് തന്നെ പഠിക്കുക. റിസൾട്ട് എന്നായിരിക്കും വരുന്നത്? ഏപ്രിൽ 2nd വീക്കോട് കൂടി വരും. റിസൾട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാം എന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്കറിയാം നമ്മളിപ്പം പഠിക്കുന്നത് എന്ത് തന്നെയാണെങ്കിലും കേറ്റിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ കേറ്റിട്ട് നിങ്ങൾ പഠിക്കുന്ന നല്ലൊരു ശതമാനം കാര്യങ്ങൾ നമുക്ക് എവിടെ വേണം? LPSC UPSCക്ക് വേണ്ടാണ്. സൈക്കോളജി, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇതെല്ലാം വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണ്ടതാണ്. അപ്പൊ നിങ്ങളുടെ പഠനം നിങ്ങൾ ഒരിക്കലും നിർത്താതെ പഠനം മുന്നോട്ട് തന്നെ കൊണ്ടുപോവുക. എവിടെയും വേസ്റ്റ് ആവുന്നില്ല നമ്മുടെ പഠനം. ഇനി എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഇപ്രാവശ്യം കേട്ടിട്ട് നമുക്ക് നേടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് എൻ്റെ മാർക്കിന്റെ ഇതിലുണ്ട്, അപ്പം കയറാൻ സാധിക്കില്ല എന്നൊരു ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. റിസൾട്ട് വന്ന് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അധികം സമയം ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെ. നോട്ടിഫിക്കേഷൻ വന്ന എക്സാം ഡേറ്റിന് വലിയൊരു ഗ്യാപ്പ് ഒന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല. കൃത്യമായിട്ട് തന്നെ എന്ത് നടക്കും? പരീക്ഷ നടക്കും. അപ്പോൾ ജൂൺ ജൂലൈ, മാക്സിമം ജൂലൈ ആണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ കേറ്റഡ് എക്സാം പോകാനുള്ള സാധ്യതയില്ല. അപ്പൊ ജൂലൈ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം എത്ര മാസം ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്? ഏകദേശം 3 മാസമാണ് നമ്മുടെ മുന്നിലുള്ളത്. 90 ദിവസമാണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. അപ്പൊ ഈ 90 ദിവസം ഇഫക്റ്റീവായിട്ട് തന്നെ പഠിക്കുക. പ്രത്യേകിച്ച് അവിടെ മറ്റൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്. LP UP അധ്യാപകരുടെ പ്രായപരിധി ഉയർത്തിയിട്ടുണ്ട് അല്ലെ. 40 വയസ്സ് പ്രായപരിധി ആയിട്ടുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് ചാൻസും കഴിഞ്ഞു എന്ന് വിചാരിച്ച് കേറ്റിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുന്നവർ, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തവർ ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ കേറ്റിട്ട് എഴുതിയെടുക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണിത്. കാരണം 2026 അവസാനത്തോടുകൂടി വരുന്ന LPSC UPSC എഴുതണ്ടേ നമുക്ക്? തീർച്ചയായിട്ടും എഴുതണം. അപ്പൊ എന്ത് വേണം? കേറ്റിട്ട് നിർബന്ധമായിട്ടും
എഴുതിയെടുക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക. കാരണം ആർക്കും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയില്ല. ഈ വരുന്ന മാറ്റങ്ങൾ, അധ്യാപകരുടെ ഈ ഒരു മേഖലയിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ട് അടുത്ത കേറ്ററ്റിന്റെ എന്തുകൊണ്ട് അടുത്ത കേറ്ററ്റ് എക്സാം നിർണായകമാകുന്നു, മറ്റൊന്നും കൊണ്ടല്ല, LP UPക്ക് മുമ്പുള്ള അവസാന കേറ്ററ്റാണ്. രണ്ടാമത്തെ കാര്യം, പ്രായപരിധി ഉയർത്തിയതിനു ശേഷമുള്ള കേറ്ററ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എഴുതാത്ത ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അങ്ങനെ ഒരുപാട് ഹൈലൈറ്റ്സ് ഉണ്ട്. കൃത്യമായിട്ട് എടുക്കുക, പഠിക്കുക. 2026 LP UP വിജ്ഞാപനം വരുന്നതിന് മുൻപായിട്ടുള്ള ലാസ്റ്റ് കേറ്റഡ് എക്സാം ആണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വരാനും ഡേറ്റ് വരാനും ഒന്നും നിൽക്കാതെ എഴുതിയെടുക്കാൻ സാധിക്കാത്തവരുണ്ട് എങ്കിൽ പഠിച്ചു മുന്നോട്ട് പോവുക. അടുത്ത വിജ്ഞാപനം നമുക്ക് ഏപ്രിൽ എൻഡോടുകൂടി തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. പരീക്ഷ ജൂൺ ജൂലൈയിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് തന്നെ പഠിക്കുക. കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ കേറ്റഡ് ബാച്ചസ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ പുതിയ ബാച്ചിന്റെ ലൈവ് ക്ലാസ്സസ്, അപ്പൊ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൺഡേ മുതൽ, നെക്സ്റ്റ് മൺഡേ, അതായത് നമ്മൾ ഇപ്പം 16-ാം തീയതി മുതൽ നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്യുകയാണ്, നമ്മുടെ ലൈവ് ക്ലാസ്സസും മറ്റുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പൊ ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാനുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യുക. ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഓരോ പ്രാവശ്യവും ശ്രമിച്ച് ആലോചിക്കാം എന്ന് വിചാരിച്ച് ചിന്തിക്കേണ്ട ഒരു എക്സാം അല്ല കേറ്ററ്റ് എക്സാം എന്ന് പറയുന്നത്. ഡു ഓർ ഡൈ തന്നെയാണ് പ്രാവശ്യത്തെ കേറ്ററ്റ്. നന്നായിട്ട് തന്നെ പഠിക്കുക, വിജയം ഉറപ്പാണ്. ഒരു ടെൻഷനും വേണ്ട, കൂളായിട്ടിരിക്കുക. നമ്മളിവിടെ ഓപ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. ഒരു ടെൻഷനും വേണ്ട, ഞങ്ങളിവിടെ ഉണ്ട്. കഴിഞ്ഞ 2016 മുതൽ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികളെ കേറ്ററ്റ് എന്ന് പറയുന്ന ഈ ഒരു കടമ്പ കടത്താൻ CCക്ക് സന്തോഷത്തോടുകൂടി സാധിച്ചിട്ടുണ്ട്. ആ ഒരു ആത്മവിശ്വാസത്തിൽ ഞങ്ങളുടെ പുതിയ ബാച്ചിന്റെ ലൈവ് ക്ലാസ്സസ് ഞങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പൊ ആരെങ്കിലും ഇത് അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഫ്രീ ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലേക്ക്. നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പർ 8589083568 കോൺടാക്ട് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.